യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ മാത്സ് ആണ് കേട്ടോ. 8ാം ക്ലാസ്സിലെ ഗണിതത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങളുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ്. ഇപ്പോൾ 2 ആംഗിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുക എന്താണെന്നുള്ളത്. 2 കോണുകൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നോക്കൂ, ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണല്ലോ അല്ലേ. ഇവിടെ 4 സെൻറ്റിമീറ്റർ. ഈ വശത്തിൻ്റെ അറ്റത്തുള്ള കോണെന്ന് പറയുന്നത് എത്ര? ഇത് 60ഉം ഇത് 40ഉം ആണ് അല്ലേ. അപ്പോൾ അത് 4 സെൻറ്റിമീറ്റർ ആണല്ലോ. അതാ ഇതും അതേ തന്നെ അല്ലേ, 4 സെൻറ്റിമീറ്റർ ആണിത്. അതിൻ്റെ അറ്റത്തുള്ള കോണുകൾ എത്ര? 40ഉം 60ഉം ആണ് അല്ലേ. പിന്നെ അതുപോലെ നോക്കൂ, ഇത് 4 സെൻറ്റിമീറ്റർ ആണല്ലോ. അതിൻ്റെ ആ വശത്തിൻ്റെ 2 അറ്റത്തുള്ള കോണുകൾ 40ഉം 60ഉം തന്നെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ കോൺ എന്താണ്? തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാൻ സുഖമാണ് അല്ലേ. നമുക്കറിയാം എന്ത്, ട്രയാങ്കിളിൻ്റെ ത്രികോണത്തിൻ്റെ 3 ആംഗിൾ 3 കോണുകളും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? നമുക്ക് 180 ഡിഗ്രി കിട്ടും അല്ലേ. അപ്പോൾ 2 ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ, 2 കോണ് തന്നിട്ടുണ്ടെങ്കിൽ ആ 2 ആംഗിളും കൂടി കൂട്ടിയിട്ട് എന്താക്കുക? 180 കുറച്ചാൽ നമുക്ക് മൂന്നാമത്തെ കോണ് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു വശത്തിൻ്റെ 2 അറ്റത്തെ കോണുകൾ തുല്യമാണെങ്കിൽ എന്താണ്? മൂന്നാമത്തെ കോണ് മറ്റേ ത്രികോണമായിട്ട് തുല്യമായിരിക്കും എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ എത്രയാണ്? 100. ഇവിടെ 80 ആണ്. ഇവിടെ 80, ഇവിടെ 80 അല്ലേ. മനസ്സിലായോ? ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. Okay, if in 2 triangles the length of one side and the 2 angles at its ends are the same. എന്താണ്? 2 ട്രയാങ്കിൾസ് ഒരു ലെങ്ത്തിൻ്റെ, ഒരു സൈഡിൻ്റെ ലെങ്ത്തിൻ്റെ 2 ആംഗിൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ എൻഡിലുള്ള ആംഗിൾസ് സെയിം ആണെങ്കിൽ ആൻഡ് ദെയർ തേർഡ് ആംഗിൾസ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ അതർ 2 sides ആർ ഓൾസോ ദ സെയിം അല്ലേ. എന്താണ്? ആ മൂന്നാമത്തെ ആംഗിളും അതുപോലെ എന്താണ്? ആ 2 സൈഡ്, മറ്റേ 2 സൈഡിൻ്റെ ലെങ്ത്തും എന്താണ്? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ്? ഒരു ത്രികോണത്തിൻ്റെ ഒരു വശവും ഒരു സൈഡും അതിൻ്റെ 2 അറ്റത്തുള്ള കോണുകളും 2 അറ്റത്തുള്ള ആംഗിളും മറ്റൊരു ത്രികോണത്തിൻ്റെ, മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഒരു വശത്തിനും അതിൻ്റെ 2 അറ്റത്തുമുള്ള കോണുകൾക്ക് തുല്യമാണെങ്കിൽ എന്താണ്? ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ കോണുകൾ തുല്യമാണ്. തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ എന്താണ്? തുല്യമാണ് അല്ലേ. തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമാണ്. ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ള എന്താ? ഇനി ഇതിൽ നോക്കാനുള്ള പാരലോഗ്രാം ആണ് കേട്ടോ. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ അറിയാലോ, അതാ ഇത് അല്ലേ. പാരലൽ ആയിട്ടുള്ളതിൽ അല്ലേ, പാരലോഗ്രാം അല്ലേ. അതിപ്പോൾ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എനി പാരലോഗ്രാം ആർ ഈക്വൽ അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം അതാ ഈ നീല വരെ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ഏതാ? ഇത് അല്ലേ. ഇതും ഈക്വൽ ആയിരിക്കും. ഇത് 5 ആണ്, ഇത് 5 അല്ലേ. ഇത് 10 ആണ്, ഇത് 10 അല്ലേ. അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ഇത് അല്ലേ. ഇതിപ്പോൾ 4 ആണ്, ഇത് 4. ഇത് 3 ആണ്, ഇത് 3. ഇത് 10 ആണ്, ഇത് 10 അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വൽ ആയിരിക്കും. പിന്നെ അതിൽ പറയുന്നുണ്ട് സൈഡ്സ് മാത്രമല്ല അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും കേട്ടോ. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും കേട്ടോ. നോക്കൂ, ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എനി പാരലോഗ്രാം ആർ ഈക്വൽ. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിളും ഓപ്പോസിറ്റ് സൈഡ്സും എന്താണ്? ഈ പാരലോഗ്രാമിൽ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഏത് സാമാന്തരികത്തിൻ്റെയും എതിർവശങ്ങൾ തുല്യമാണ് കേട്ടോ. എതിർവശങ്ങൾ തുല്യമാണ്. അതുപോലെ ഏത് സാമാന്തരികത്തിൻ്റെയും എതിർ കോണുകളും തുല്യമാണ്. അപ്പോൾ മനസ്സിലായി. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കൂ, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് ദ റൈറ്റ് ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഓൺ ദ ലെഫ്റ്റ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? എന്താ ചോദ്യം? ചുവടെയുള്ള ഓരോ പെയറിൽ, ഓരോ ജോഡി ചിത്രങ്ങളിൽ ഇതാ ഒരു ജോഡി, ഇത് ഒരു ജോഡിയിൽ ഓരോ പെയർ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പം ഈ ലെഫ്റ്റിലുള്ള ഇടത്തെ ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമായ വശങ്ങൾ ഈ വലത്തെ ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് എഴുതാലോ. എങ്ങനെ നമുക്ക് എഴുതാം മക്കളെ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കൂ. അപ്പോൾ നമുക്ക് പഠിച്ചത് എന്താണ്? ഈ ആംഗിൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റുള്ള ആംഗിളും 2 ത്രികോണത്തിന് ഈക്വൽ ആയിരിക്കുന്നതാണ് പറഞ്ഞത് അല്ലേ. ഇപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ ഒന്നും തന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഏതാണ്? ഇതാണ് അല്ലേ, സി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? സൈഡ്സ് അല്ലേ. സൈഡ്സ് ആണ് കാണേണ്ടത്. ട്രയാങ്കിളിൻ്റെ സൈഡ്സ് അല്ലേ. 2 ട്രയാങ്കിളിൻ്റെ എന്താണ് വശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എ ബി ഉള്ളത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എ ബിക്ക് ഇവിടെ എന്താണ് ഈക്വൽ ആയിട്ടുള്ളത്? എന്താണ്? ക്യു ആർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ? എ ബി ഈക്വൽ ടു ക്യു ആർ എന്ന് എഴുതാം. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ ഈ 3 സെൻറ്റിമീറ്റർ ഇതാണല്ലോ. അപ്പോൾ എ ബി ഇവിടെ എന്താണ്? ക്യു ആർ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ. അത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എ ബി ഈക്വൽ ടു ക്യു ആർ നമുക്ക് എഴുതാം. എ ബി ഈക്വൽ ടു ക്യു ആർ. എ ബി ഈക്വൽ ടു ക്യു ആർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താണ്? ഇത് കിട്ടിയിട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടത്?
ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഈ 50ൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? ബി സി ആണല്ലോ. അപ്പോൾ നമുക്ക് ബി സി ഈക്വൽ ടു പറഞ്ഞ് എഴുതാം കേട്ടോ. ബി സിക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതാന്ന് നോക്കാം. ബി സി ഈക്വൽ ടു എത്രയാ? ബി സി ഈക്വൽ ടു എന്താണ്? ബി സി അല്ലേ. അപ്പോൾ ബി സി എന്ന് പറയുന്നതാണ് 50ന് നേരെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ 50 ഇതാ ഇവിടെയാണ് അല്ലേ. 50ന് നേരെ ഓപ്പോസിറ്റ് ഏതാണ്? ഇതാണ് പി ക്യു ആണ് അല്ലേ. അപ്പോൾ ബി സി ഈക്വൽ ടു നമുക്ക് എന്താക്കാം? പി ക്യു എന്ന് എഴുതാം അല്ലേ. ബി സി ഈക്വൽ ടു പി ക്യു. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? അടുത്തത് എ സി അല്ലേ. ആ 70ന് നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് അല്ലേ എ സി. അപ്പോൾ ഇവിടെ 70ന് നേരെ ഓപ്പോസിറ്റ് ഏതാണ്? ഇതാ പി ആർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം? എ സി ഈക്വൽ ടു എന്താണ്? പി ആർ ഓക്കെ. ദെൻ ഇനി നമുക്കിത് സ്റ്റെപ്പിൽ എഴുതിയാലോ? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് എന്താണ്? നമുക്ക് സ്റ്റെപ്പിലൊക്കെ എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പിൽ എഴുതുമ്പോൾ അതാ ഇങ്ങനെ എഴുതാം. നോക്കൂ, എ ബി ഈക്വൽ ടു ആർ ക്യു ആണ്. ബോത്ത് ആർ 3 മീറ്റർ അല്ലേ. എ ബിയും എന്താണ്? ക്യു ആർ അല്ലെങ്കിൽ ആർ ക്യു അല്ലേ. അതുകൊണ്ട് എന്താണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ ആണല്ലോ. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ ആണ് അല്ലേ. ബോത്ത് ആർ 50 ഡിഗ്രി. അതുപോലെ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു ആണ്. അതെന്താണ്? അത് 70 ഡിഗ്രിയാണ് അല്ലേ. നമുക്ക് മറ്റേത് കണ്ടുപിടിക്കണമെന്നൊന്നും പറഞ്ഞില്ല. നമുക്ക് ആ പെയർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതിൻ്റെ ഓരോ സൈഡുകൾ ഏതാണ്? ഇതിലുള്ള സൈഡും ഇതിലുള്ള സൈഡ് ഏത് ഇതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻ ട്രയാങ്കിൾ എ ബി സി വൺ സൈഡ് ആൻഡ് ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആർ ഈക്വൽ ടു വൺ സൈഡ് ആൻഡ് ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ് ആർ ട്രയാങ്കിൾ പി ക്യു ആർ. സോ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ ഈക്വൽ ട്രയാങ്കിൾ. ഇത് രണ്ട് ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ബി സി ഈക്വൽ ടു പി ക്യു എന്ന് പറയാം. എ സി ഈക്വൽ ടു ആർ പി എന്ന് പറയാം അല്ലേ. സൈഡ്സ് ഓപ്പോസിറ്റ് 50യും സൈഡ്സ് ഓപ്പോസിറ്റ് 70യും. ഓക്കെ. അപ്പോൾ മലയാളത്തിൽ എ ബി ഈക്വൽ ടു ആർ ക്യു 2-3 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ 250 ഡിഗ്രി ആണ്. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യു എന്താ 270 ഡിഗ്രിയാണ് അല്ലേ. പിന്നെന്താണ്? ട്രയാങ്കിൾ എ ബി സിയിലെ ഒരു വശവും അതിൻ്റെ അറ്റത്തുള്ള 2 കോണുകളും എന്താണ്? കോണുകളും പിന്നെ ത്രികോണം പി ക്യു ആറിലെ ഒരു വശത്തിനും അതിൻ്റെ അറ്റത്തുള്ള 2 കോണുകൾക്കും തുല്യമാണ്. അതിനാൽ എന്താ? ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും തുല്യ ത്രികോണങ്ങളാണ് അല്ലേ. പിന്നെ ബി സി ഈക്വൽ ടു പി ക്യു 50 ഡിഗ്രി കോണിൻ്റെ എതിർവശങ്ങൾ. എ സി ഈക്വൽ ടു ആർ പി 70 ഡിഗ്രി കോണിൻ്റെ എതിർവശങ്ങൾ. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? ഇതിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 2 തുല്യ ത്രികോണങ്ങളാണോ നോക്കുക അല്ലേ. ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല അല്ലേ. ഇവിടെ 30 ആണ്, ഇവിടെ 80 ആണ്. അപ്പോൾ ഇതെത്രയാണ് നമുക്ക് കണ്ടുപിടിക്കുക അല്ലേ. അപ്പം 180 കുറച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടില്ലേ. അപ്പോൾ എത്രയാണ് വരിക? യെസ്, ഇവിടെ എത്രയാണ്? 70 എന്ന് വരും അല്ലേ. 70 ഡിഗ്രിയാണ്, 70 ഡിഗ്രിയാണ് എന്താക്കുന്നത് വരുന്നത് അല്ലേ. ഇവിടെ എത്ര ആയിരിക്കും വരിക? ഇത് രണ്ടും കൂടി കൂട്ടുക അല്ലേ. അപ്പോൾ എത്ര? 100 വരും. അപ്പം 180 100 കുറച്ചാൽ എത്ര? ഇത് 80 ആണ് അല്ലേ. അപ്പോൾ ഇത് 80. ഓക്കെ, 80 ഡിഗ്രിയാണ് ഇത് വരുന്നത് അല്ലേ. ഓക്കെ, 80 ഡിഗ്രി വരും. ഇനി നമുക്ക് എന്താക്കുക? ഓരോ സൈഡ്സ് ഈക്വലായിട്ട് കാണണം അല്ലേ. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ അറ്റത്തും എത്ര? 30 70. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആണല്ലോ, അത് 30 70 ആണല്ലേ. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്താണ്? എതിർവശം തുല്യ ത്രികോണങ്ങൾ അത് വരുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? വശം ഏതാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? 3 സെൻറ്റിമീറ്റർ അല്ലേ. 3 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റുള്ള കോണ് 80 ആണ്. 3 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റുള്ള 80 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? LN ഈക്വൽ ടു XY എന്ന് പറയാം അല്ലേ. LN ഈക്വൽ ടു അടുത്ത് എന്നിട്ട് 3 സെൻറ്റിമീറ്റർ അല്ലേ. LN ഇസ് ഈക്വൽ ടു XY തന്നതാണത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാൽ, ഇനി 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? MN ആണ് അല്ലേ. അപ്പോൾ നമുക്ക് MN ഈക്വൽ ടു ഈക്വൽ ആയിട്ടുള്ള ഏതാണ് പറയുക? NM എന്നാ MN എന്നൊക്കെ എഴുതാം കേട്ടോ. MN ഈക്വൽ ടു 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? XZ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കത്? XZ എന്ന് പറയാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കിയേ, അടുത്ത ഏതാണ്? ഇപ്പോൾ LN പറഞ്ഞു, പിന്നെ MN പറഞ്ഞു. LM ആണ് അല്ലേ. അപ്പോൾ ഈ LM ഈക്വൽ ടു പറയുമ്പോൾ അല്ലേ ML നമുക്ക് എങ്ങനെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ LM ഈക്വൽ ടു എത്രയാണ് പറയുക? LM എന്ന് പറയുമ്പോൾ ഈ 70 ഡിഗ്രീൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ 70 ഡിഗ്രി അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ZY അല്ലെങ്കിൽ YZ അല്ലേ. YZ. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് സ്റ്റെപ്പിൽ പറയാം.
അപ്പോൾ ചെയ്യേണ്ട രീതി മനസ്സിലായില്ലേ? അതിന് ഓപ്പോസിറ്റുള്ള സൈഡ് നോക്കുക. ആ കോണിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് മറ്റേ ത്രികോണത്തിൽ മറ്റേ ട്രയാങ്കിളിലും അതേ അളവിലുള്ള ഡിഗ്രി എന്താണ് കോണിൻ്റെ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പിൽ നോക്കാം. അപ്പോൾ അതാ ഇങ്ങനെ എഴുതാം കേട്ടോ. സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ NLM = 40 ഡിഗ്രി. ഇതാ ഇങ്ങനെ സ്റ്റെപ്പിൽ എഴുതുക കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കൂടുതലായി ഞാൻ അപ്പോൾ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇനി സ്റ്റെപ്പിൽ ചെയ്തുള്ളവർക്ക് ഇതാ ഇങ്ങനെ എഴുതാം കേട്ടോ. ഇത് മലയാളം മീഡിയത്തിൻ്റെ ആണ്. ഇത് എഴുതുക കേട്ടോ. ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ്. അത് നോട്ടിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെച്ച് തന്നെ എഴുതുക കേട്ടോ. നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഇൻ ദ പിക്ചർ ദ ടോപ്പ് ഓഫ് 2 സൈഡ്സ് ആൻഡ് ദ ബോട്ടം സൈഡ് ഓഫ് എ പെൻഡഗൺ വിത്ത് ദ ഈക്വൽ ആംഗിൾസ് ആൻഡ് ഈക്വൽ സൈഡ്സ് ആർ എക്സ്റ്റെൻഡഡ് ടു ഫോം എ ട്രയാങ്കിൾ. ഈ പിക്ചറിൽ എന്താണ് ടോപ്പ് 2 സൈഡ്സ് ആൻഡ് ദ ബോട്ടം സൈഡ് ഓഫ് എ പെൻഡഗൺ എന്താണ് വിത്ത് ഈക്വൽ ആംഗിൾസ് ആണ്, ഈക്വൽ സൈഡും ആണ്. അതെന്താക്കി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ എന്താ ട്രയാങ്കിൾ ഫോം ചെയ്തു അല്ലേ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ തന്നില്ലേ. ആർ ദ സൈഡ്സ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഓൺ ദ ലെഫ്റ്റ് ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഓൺ ദ റൈറ്റ് വൈ. അപ്പോൾ അതുപോലെ ആർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ആർ ഈക്വൽ വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് ഇവിടെ ചിത്രത്തിൽ വശങ്ങളും കോണുകളും എല്ലാം തുല്യമായ ഒരു പെൻഡഗൺ പഞ്ചഭുജത്തിൻ്റെ മുകളിലെ 2 വശങ്ങളും ഈ വശവും അതുപോലെ താഴത്തെ വശവും എന്താണ് ഒരു ത്രികോണം 2 വശങ്ങളും എന്താണ് തുല്യമായതാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ താഴത്തെ ഒരു വശവും നീട്ടി അതുപോലെ ഒരു ത്രികോണം വരച്ചിരിക്കുന്നുണ്ട് അല്ലേ. എന്താണ് ചിത്രത്തിൽ വശങ്ങളും കോണുകളും എല്ലാം തുല്യമായ ഒരു പഞ്ചഭുജത്തിൻ്റെ മുകളിലെ 2 വശങ്ങളും അതുപോലെ താഴത്തെ വശവും നീട്ടിയ ഒരു ത്രികോണം വരച്ചിരിക്കുന്നുണ്ട് അല്ലേ. അത് ചിത്രത്തിനെ ഇടതുവശത്തെ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങൾക്കും വലതുവശത്തെ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങൾക്കും ഒരേ നീളമാണോ എന്തുകൊണ്ടെന്ന് ചോദിച്ചില്ലേ. അതുപോലെ ചിത്രത്തിലെ വലിയ ത്രികോണത്തിലെ ഇടതും വലതും വശങ്ങൾക്ക് ഒരേ നീളമാണോ എന്തുകൊണ്ട്. ഇപ്പം ചോദ്യം എന്താണ്, ഇവിടെ തന്നിരിക്കുന്ന ഈ പഞ്ചഭുജം പെൻഡഗൺ എന്താണ് ഈക്വൽ എന്താണ് വശങ്ങളാണ് അല്ലേ, തുല്യ വശമാണ്. അതുപോലെ ഈ മുകളിലത്തെ 2 വശങ്ങളും നീട്ടി ഇങ്ങോട്ടേക്കും നീട്ടി ഇങ്ങോട്ടും നീട്ടി, അതുപോലെ താഴത്തെ ഈ വശം ഇങ്ങോട്ടും നീട്ടി ഇങ്ങോട്ടും നീട്ടി എന്താക്കി ഒരു ത്രികോണം വരച്ചിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ചിത്രത്തിലെ ഇടതുവശത്തെ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങൾക്കും വലതുവശത്തെ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് ഒരേ നീളമാണോ. അപ്പോൾ ഈ വശവും ഈ ത്രികോണത്തിൻ്റെ എല്ലാ വശവും തുല്യമാണോ എന്ന് ചോദിച്ച് എന്തുകൊണ്ട് അത് നമുക്ക് തെളിയിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, ഇവിടെ തുല്യവശമാണെങ്കിൽ എന്താണ് ഇതിൻ്റെയൊക്കെ ആംഗിൾ തുല്യമായിരിക്കും അല്ലേ. അപ്പം നോക്കൂ, ഇതിൻ്റെ ആംഗിൾ തുല്യമാണെങ്കിൽ ഇവിടുത്തെ കിട്ടുന്നത് എത്രയാണ് 180 കുറച്ചാൽ ഇത് കിട്ടും അല്ലേ. പിന്നെ അതുപോലെ എന്താണ് ഇതിൻ്റെ ആംഗിൾ എന്താണോ അതന്നെ ഇതിന് കുറച്ചാൽ ഇത് കിട്ടില്ല. അപ്പോൾ ഇതും തുല്യമായിരിക്കും അല്ലേ അല്ലേ. പിന്നെന്താണ് അങ്ങനെ ആകുമ്പോൾ ഒരു സൈഡിൻ്റെ 2 വശത്തിൻ്റെയും ആംഗിൾ അല്ലേ ഇതും അങ്ങനെ തന്നെ അല്ലേ. ഇതും ഇതിൻ്റെ തന്നെ ആയിട്ടല്ലേ വരുന്നത്. അപ്പം നമ്മൾ പഠിച്ചത് എന്താണ്, ഒരു വശത്തിൻ്റെ എന്താണ് അറ്റത്തുള്ള 2 കോണുകൾ മറ്റേ ത്രികോണത്തിന് ഈക്വൽ ആണെങ്കിൽ എന്താ മൂന്നാമത്തെ വശം എന്താണ് തുല്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്താണ് തുല്യ ത്രികോണങ്ങളായിരിക്കും. നമുക്ക് സ്റ്റെപ്പാക്കി എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ അതായത് ആദ്യം ABCDEPQ എന്നുള്ളത് ആദ്യം എന്താക്കുക, നമുക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആംഗിൾ PBC അല്ലേ ഈ കോണും അതുപോലെ DEQ എന്ന് പറഞ്ഞാൽ ഈ കോണ് എന്താണ് ഈക്വൽ ആണ് അല്ലേ. എന്താണ് ഔട്ടർ ആംഗിൾസ് ഓഫ് റെഗുലർ പെൻഡഗൺ ABCDE അല്ലേ. റെഗുലർ ABCDൻ്റെ ഔട്ടർ ആംഗിൾ എന്താണ് ഈക്വൽ ആണ് അല്ലേ. പിന്നെ അടുത്തത് ആംഗിൾ BCP ഏതാണ് BCP പറഞ്ഞാൽ ഇതും അതുപോലെ EDQ എന്ന് പറഞ്ഞാൽ ഇതും എന്താണ് ഈക്വൽ ആണ് അല്ലേ. ഔട്ടർ ആംഗിൾസ് ഓഫ് റെഗുലർ പെൻഡഗൺ ABCDE. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ഇനി BC = ED അല്ലേ. BC = എന്താണ് BC = ED ആണ്. കാരണം എന്താണ് റെഗുലർ പെൻഡഗണിൻ്റെ സൈഡ്സ് ആണ്, അത് ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. റെഗുലർ പെൻഡഗൺ ആണ് അല്ലേ. ഇനി എന്താണ് ട്രയാങ്കിൾ BCP എന്താണ് BCP one side and angles at its end are equal to one side and angles at its of a triangle EQD ഇതിന് അല്ലേ. സോ ട്രയാങ്കിൾ BCP ആൻഡ് ട്രയാങ്കിൾ EQD are equal triangles ആണ് ഇവിടെ കാണിച്ചു അല്ലേ. ഹെൻസ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ BCPയും are equal to the sides of triangle EQD. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയത് കേട്ടോ.
നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താക്കുക മനസ്സിലായ രീതിയിൽ കുറച്ച് സ്റ്റെപ്പാക്കി എഴുതണം. ടീച്ചർ ഇവിടെ ഇങ്ങനെ എഴുതി തന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതുക. ഇനി അടുത്ത ബാക്കി സ്റ്റെപ്പ് എന്താ? അപ്പോൾ നമ്മളത് തെളിയിച്ചു അല്ലേ. ഇനി രണ്ടാമത്തെ നോക്കുക, ആർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ഈക്വൽ വൈ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ചിത്രത്തിലെ വലിയ ത്രികോണത്തിൻ്റെ ഇടതും വലതും വശങ്ങൾക്ക് ഒരേ നീളമാണ്. ഈ വലിയ ത്രികോണം എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. ഇതാണ് വലിയ ത്രികോണം എന്ന് പറയുന്നത് അല്ലേ. ഇത് സോറി ഇതാ ഇവിടുന്ന് വരച്ചിട്ട് ഇതാ ഇത് അല്ലേ, ഇത് അല്ലേ. ഈ ത്രികോണത്തിന് എന്താണ് ഇടതും വലതും വശങ്ങൾക്ക് ഒരേ നീളമാണോ അല്ലേ. ഈ വശവും എന്താണ് തുല്യ നീളമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആണോ, തുല്യ നീളമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്കറിയാം ഇത് എന്താ പഞ്ചഭുജം പെൻറ്റഗൺ എന്താണ് ഇതും ഈക്വലാന്ന് നമുക്കറിയാം അല്ലേ. ഇതും എന്താണ് ഈക്വലാന്ന് പറഞ്ഞ്, പിന്നെ ഈ ത്രികോണങ്ങൾ എന്താണ് തുല്യ ത്രികോണങ്ങളാണെന്നും പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇതും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതെന്താന്നാലും എന്താണ് ഇതും ഈക്വൽ തന്നെ ആയിരിക്കൂലേ. ആണല്ലേ. അപ്പോൾ സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? ബി പി ഈക്വൽ ടു ഇ ക്യു അല്ലേ. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്, ആംഗിൾ ബി സി പി ആൻഡ് ആംഗിൾ ഇ ഡി ക്യു. പിന്നെ എ ബി ഈക്വൽ ടു എ ഇ ആണ് സൈഡ്സ് ഓഫ് റെഗുലർ പെൻറ്റഗൺ എ ബി സി ഡി ഇ അല്ലേ. പിന്നെ എ പി ഈക്വൽ ടു എന്താണ് എ ബി പ്ലസ് ബി പി ഈക്വൽ ടു എ ഇ പ്ലസ് ഇ ക്യു അല്ലേ. ഈക്വൽ ടു എന്താണ് എ ക്യു. അപ്പോൾ എ പി ഈക്വൽ ടു എ ക്യു തന്നെ അല്ലേ. ഹെൻസ് എന്താണ് വി പ്രൂവ്ഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് എ ലാർജ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ അല്ലേ. ഇവിടെ ലാർജ് ഇ ഉണ്ട് കേട്ടോ, ജി ഇ ലാർജ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ദാറ്റ് ഈസ് എന്താണ് ദാറ്റ് ഈസ് എ പി ഈക്വൽ ടു എ ക്യു അല്ലേ. ഓക്കെ, ഇനി മലയാളം മീഡിയം എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം കേട്ടോ. ആംഗിൾ പി ബി സി ഈക്വൽ ടു ആംഗിൾ ഡി ഇ ക്യു സമ പഞ്ചഭുജം എ ബി സി ഡിയിലെ പുറംകോണുകളാണ്. ആംഗിൾ ബി സി പി ഈക്വൽ ടു ആംഗിൾ ഇ ഡി ക്യു സമ പഞ്ചഭുജം എ ബി സി ഡിയിലെ പുറംകോണുകൾ. ബി സി ഈക്വൽ ടു ഇ ഡി സമ പഞ്ചഭുജം എ ബി സി ഡിയിലെ വശങ്ങൾ. ട്രയാങ്കിൾ ബി സി പിയിലെ ഒരു വശവും അതിൻ്റെ അറ്റത്തുള്ള രണ്ട് കോണുകളും ട്രയാങ്കിൾ ഇ ക്യു ഡിയിലെ ഒരു വശത്തിനും അതിൻ്റെ അറ്റത്തുള്ള രണ്ട് കോണുകൾക്കും തുല്യമാണ്. അതിനാൽ ട്രയാങ്കിൾ ബി സി പിയും ട്രയാങ്കിൾ ഇ ക്യു ഡിയും തുല്യ ത്രികോണങ്ങളാണ് അല്ലേ. അപ്പോൾ തുല്യ ത്രികോണങ്ങളാണെങ്കിൽ എന്താ വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് അപ്പം അതിനാൽ ട്രയാങ്കിൾ ബി സി പിയിലെ വശങ്ങൾ ട്രയാങ്കിൾ ഇ ക്യു ഡിയിലെ വശങ്ങൾക്ക് തുല്യമാണ് അല്ലേ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യന് ചിത്രത്തിലെ വലിയ ത്രികോണത്തിന് ഇടതും വലതും വശങ്ങൾക്ക് ഒരേ നീളമാണോ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബി പി ഈക്വൽ ടു ഇ ക്യു തുല്യ കോണുകളായ കോൺ ബി സി പിയുടെയും കോൺ ഇ ഡി ക്യുവിൻ്റെയും എതിർവശങ്ങളാണ്. എ ബി ഈക്വൽ ടു എ ഇ സമ പഞ്ചഭുജം എ ബി സി ഡിയുടെ വശങ്ങൾ. അപ്പോൾ എ പി ഈക്വൽ ടു എ ബി പ്ലസ് ബി പി ഈക്വൽ ടു എ ഇ പ്ലസ് ഇ ക്യു ഈക്വൽ ടു എ ക്യു ആണല്ലേ. അതായത് എ പി ഈക്വൽ ടു എ ക്യു തന്നെ. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ. Is the height from each side of one triangle the opposite vertex equal to the height from the equal side of the other triangle to its opposite vertex y? Are the areas of two triangles equal y? അപ്പോൾ എന്താ അവിടെ തന്നിരിക്കുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ വശങ്ങളെല്ലാം മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണ്. ഓക്കെ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്താ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണ്. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ സൈഡ്സിന് തുല്യമാണ്. അപ്പോൾ തുല്യ ത്രികോണം അല്ലേ. ഒരു ത്രികോണത്തിലെ ഏതെങ്കിലും വശത്തിൽ നിന്ന് എതിർമൂലയിലേക്കുള്ള ഉയരം മറ്റ് ത്രികോണത്തിലെ തുല്യമായ വശത്തിൽ നിന്ന് എതിർമൂലയിലേക്കുള്ള ഉയരത്തിന് തുല്യമാണോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ത്രികോണങ്ങളുടെ പരപ്പളവുകൾക്ക് തുല്യമാണോ എന്തുകൊണ്ട് അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് ആദ്യം ട്രയാങ്കിൾ ആദ്യം വരയ്ക്കുക. എ ബി സിയും പി ക്യു ആറും. പിന്നെ എന്താക്കുക? ഈ ബേസിൽ നിന്ന് ഇതിലേക്കൊരു എന്താണ് ഒരു ഇത് കൊടുക്കുക അല്ല, അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഇതില്ലേ. അപ്പോൾ അതിന് ഹൈറ്റ് എന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, ഹൈറ്റ് ഇതിന് ഇ എന്നും കൊടുക്കുക. ഇതിനെന്താണ് ഇവിടുന്ന് കൊടുക്കുക നമുക്ക് കേട്ടോ. ഈ കോണിൽ നിന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് എന്താക്കുക ഇങ്ങനെ എഴുതാം. എ ബി ഈക്വൽ ടു എന്താണ് എ ബി ഈക്വൽ ടു പി ക്യു, പിന്നെ എന്താണ് ബി സി ഈക്വൽ ടു ക്യു ആർ, പിന്നെ എ സി ഈക്വൽ ടു പി ആർ. ഓക്കെ, ട്രയാങ്കിൾ എ ബി ഇയും അതുപോലെ എന്താണ് ഇവിടെ ഇ എന്നുള്ളൊരിത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഇ ആണ്, ഇവിടെ എസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ എ ബി ഇ ഇതാണ് എടുക്കുന്നത് കേട്ടോ. ട്രയാങ്കിൾ എ ബി എന്ന് പറയുന്നത് ആൻഡ് പി ക്യു എസ് ഇതും ഇതെന്താണ് അതിൽ
എന്താണ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു ആംഗിൾ എക്സ് ആക്കി എടുക്കാം. അതുപോലെ ആംഗിൾ എ ഇ ബി പറഞ്ഞാൽ ഇതും അതുപോലെ പി എസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ് 90 ഡിഗ്രിയാണ് അല്ലേ. ഇത് 90 ഡിഗ്രിയാണ് അറിയാലോ നമുക്ക്. ഇത് 90 ഡിഗ്രിയാണ്. ഇനി എന്താണ് എ ബി ഈക്വൽ ടു പി ക്യൂ അല്ലേ. അപ്പോൾ എ ബി ഈക്വൽ ടു പി ക്യൂ. പിന്നെന്താണ് അവിടെ അടുത്തതിൽ എന്താണ് ട്രയാങ്കിൾ എ ബി ഇയിൽ ആദ്യം നമ്മൾ എന്താണ് ലെറ്റർ ട്രയാങ്കിൾ എ ബി സിയും പി ക്യു ആർ ഈക്വൽ ട്രയാങ്കിൾ ആക്കി എടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് എ ബി ഈക്വൽ ടു പി ക്യു എന്താണ് ബി സി ഈക്വൽ ടു ക്യു ആർ എ സി ഈക്വൽ ടു പി ആർ അല്ലേ. ട്രയാങ്കിൾ എ ബിയും പി ക്യു എസിലും എടുക്കുമ്പോൾ എന്താണ് നമ്മൾ ആംഗിൾ ബിയും ആംഗിൾ ക്യൂ എന്താണ് എക്സ് ആക്കി ഇപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എ ബി ഈക്വൽ ടു പി ക്യൂ. ഇനി നോക്കുക ട്രയാങ്കിൾ എ ബി ഇതിൻ്റെ എന്താണ് ഇനി ട്രയാങ്കിൾ എ ബി ഇയിൽ എന്താണ് സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി നമുക്കറിയാം അല്ലേ. ഇനി അപ്പോൾ എന്താണ് എക്സ് പ്ലസ് പിന്നെ എന്താണ് 90 ഇത് 90 ആണ് അല്ലേ. ആംഗിൾ ബി എ ഇ ഈ ആംഗിൾ അല്ലേ. ഈ ആംഗിൾ ഇത് മൂന്നും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്നറിയാം അല്ലേ. അപ്പോൾ ആംഗിൾ ബി എ ഇ ഈക്വൽ ടു എന്താ 180 മൈനസ് 90 മൈനസ് എക്സ് ആണ് അല്ലേ. അപ്പോൾ 90 മൈനസ് എക്സ് ആയിരിക്കും എന്ത് ഇത് വരിക അല്ലേ. അതുപോലെ ക്യൂ പി എസിലും എന്താണ് ക്യൂ പി എസ് ഈ ആംഗിൾ എന്താണ് 90 ഡിഗ്രി മൈനസ് എക്സ് തന്നെ ആയിരിക്കും അല്ലേ. ഇതുപോലെ തന്നെ. ദെൻ ഇനി എന്താണ് ഇൻ ട്രയാങ്കിൾ എ ബി ഇ പിന്നെന്താണ് വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആർ ഈക്വൽ ടു വൺ സൈഡ് ആൻഡ് ദ ടു ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പിക്യൂസ്. നമ്മളെന്താണ് ഈ ആംഗിൾ ഒരു സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ സൈഡിൻ്റെ ഈക്വലിൻ്റെ രണ്ട് വശത്തുള്ള കോണുകൾ എന്താണ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ വശം തുല്യാന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. അതേപോലെ തന്നെ അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ബി വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ് ആർ ഈക്വൽ ടു വൺ സൈഡ് ആൻഡ് ദ ടു ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു എസ്. സോ ട്രയാങ്കിൾ എ ബി ഇ ആൻഡ് ട്രയാങ്കിൾ പി ക്യു എസ് ആർ ഈക്വൽ ട്രയാങ്കിൾ. അപ്പോൾ ഇതും എന്താണ് ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് എ ഈക്വൽ ടു പി എസ് എന്ന് പറയുന്നത് സൈഡ്സ് ഓപ്പോസിറ്റ് എക്സ് അല്ലേ. അപ്പോൾ നമ്മളെ ഹൈറ്റ് അല്ലേ സെയിം ആണ് അല്ലേ. രണ്ടിൻ്റെ എന്താണ് ഹൈറ്റ് സെയിം ആണ് അല്ലേ. മറ്റേ ത്രികോണത്തിൻ്റെ മുകളിൽ നിന്ന് എന്താണ് താഴോട്ടേക്കുള്ള എന്താണ് സൈഡ് എന്താണ് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ എ ഈക്വൽ ടു പി എസ് ആണ് സൈഡ് ഓപ്പോസിറ്റ് ടു എക്സ്. ദെൻ നെക്സ്റ്റ് എന്താണ് അതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. ത്രികോണങ്ങളുടെ പരപ്പളുകൾ തുല്യമാണോ എന്തുകൊണ്ട് അല്ലേ. എന്താണ് അതിൻ്റെ ഏരിയാസ് ടു ട്രയാങ്കിൾസിൻ്റെ ഏരിയ ഈക്വൽ ആണോ എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ട്രയാങ്കിൾ എ ബി സിയിൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഇത് ചിത്രം വരയ്ക്കുക. ഓക്കെ ഇതാണ് പറഞ്ഞിട്ട് എ ഇയും പി എസും ഈക്വലാന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കുക അതിൻ്റെ ഇത് ഏരിയ തുല്യമാണോ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏരിയ നമുക്ക് എങ്ങനെ പറയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്താ ഹാഫ് ഇൻറ്റു എന്താണ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ അല്ലേ. ഹാഫ് ഇൻറ്റു സൈഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഓപ്പോസിറ്റ് കോർണർ ടു ദ സൈഡ് അല്ലേ. അതാണ് ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത് ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിൻ്റെ ആദ്യം നമ്മൾ എഴുതാം എന്താ ഹാഫ് ഇൻറ്റു സൈഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഓപ്പോസിറ്റ് ടു ദ കോർണർ സൈഡ് അല്ലേ. കോർണർ ടു സൈഡ് അപ്പോൾ ഹാഫ് അല്ലേ ഇൻറ്റു സൈഡ് ഏതാണ് ഇതിൽ ബി സി അല്ലേ. അപ്പോൾ ബി സി ഇൻറ്റു പിന്നെ എന്താണ് ഓപ്പോസിറ്റ് ഉള്ള ആ കോർണറിൽ ഏതാണ് എ ഇ അല്ലേ. അപ്പോൾ എ ഇ എഴുതി. ഇനി എന്താണ് ഹാഫ് ഇൻറ്റു ബി സിക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതാണ് ക്യു ആർ ആണല്ലോ. അപ്പോൾ ക്യു ആർ ഇവിടെ എഴുതിട്ടോ ബി സിക്ക് ഈക്വൽ ആയിട്ട് ക്യു ആർ അല്ലേ ഇൻറ്റു ഇനി എ ഇക്ക് ഈക്വലായിട്ടുള്ള ഇവിടെ എന്താണ് പി എസ് ആണല്ലേ പി എസ്. ഓക്കെ അപ്പോൾ ഹാഫ് ഇൻറ്റു ക്യു ആർ ഇൻറ്റു പി എസ്. ഓക്കെ അപ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ ഹാഫ് ഇൻറ്റു ക്യു ആർ ഇൻറ്റു പി എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്താണ് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഏരിയ ഈക്വൽ ആണ്. മലയാളത്തിൽ എഴുതുമ്പോൾ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും തുല്യ ത്രികോണങ്ങളായി കരുതാം. ഇവയിൽ എ ബി ഈക്വൽ ടു പി ക്യു ബി സി ഈക്വൽ ടു ക്യു ആർ എ സി ഈക്വൽ ടു പി ആർ ആണ്. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഇയും ട്രയാങ്കിൾ പി ക്യു എസും എടുക്കുക അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ എ ബിയിലെ എന്താണ് ഇവിടെ ആംഗിൾ ബി ഈക്വൽ ടു എന്താണ് ആംഗിൾ ക്യു ആണ് അല്ലേ. അപ്പോൾ എക്സ് ആക്കി എടുക്കുക. പിന്നെ ആംഗിൾ എ ഇ ബി ഈക്വൽ ടു എ ഇ ബി പറഞ്ഞ ഇതില്ലേ അല്ല ഇത് എ ഇ ബി പറഞ്ഞത് 90 ഡിഗ്രി അല്ലേ. അതുപോലെ പി എസ് ക്യു അല്ലേ ആംഗിൾ പി എസ് ക്യു എന്താണ് 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക എ ബി ഈക്വൽ ടു പി ക്യു എന്ന് പറയാം. ഇനി ട്രയാങ്കിൾ എ ബിയിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. പിന്നെന്താണ് എക്സ് പ്ലസ് 19 പ്ലസ് ട്രയാങ്കിൾ അല്ല ആംഗിൾ കോൺ ബി എ ഇ അല്ലേ ഈക്വൽ ടു എത്രയാണ് 180 ഡിഗ്രിയാണ്. എന്നിട്ട് ബി എയിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി നമ്പേഴ്സിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുക അല്ലേ. അപ്പോൾ 180 മൈനസ് 90 മൈനസ് എക്സ് വരുമ്പോൾ 90 മൈനസ് എക്സ് അല്ലേ. അപ്പം ബി ഐ എന്താണ് 90 മൈനസ് എക്സ് ആണെങ്കിൽ എന്താണ് ക്യൂ പി എസ് എന്താണ് 90 ഡിഗ്രി മൈനസ് എക്സ് നേരത്തെ പോലെ തന്നെ അല്ലേ. ഓക്കെ അപ്പോൾ എന്താ എ ബി ഈക്വൽ ടു പി ക്യൂ അല്ലേ. ഇനി ട്രയാങ്കിൾ എ ബിയിലെ ഒരു വശവും അതിൻ്റെ അടുത്തുള്ള രണ്ട് കോണുകളും അല്ലേ. പിന്നെ എന്താണ്
അറ്റത്തുള്ള അല്ലേ അതിൻ്റെ അറ്റത്തുള്ള രണ്ട് കോണുകളും ട്രയാങ്കിൾ പി ക്യു എസിലെ ഒരു വശത്തിന് അതിൻ്റെ അറ്റത്തുള്ള രണ്ട് കോണുകൾക്ക് തുല്യമാണ്. അതിനാൽ ട്രയാങ്കിൾ എ ബിയും ട്രയാങ്കിൾ പി ക്യു എസും തുല്യ ത്രികോണങ്ങളാണ് അല്ലേ. അതിനാൽ എന്താണ് എ ബി എ ഈക്വൽ ടു പി എസ് അല്ലേ, എക്സ് എന്ന കോണിൻ്റെ എതിർവശങ്ങളിൽ ഇതാ അല്ലേ. ഈ രണ്ടാമത്തെ എന്താണ്, പരപ്പളവ് തുല്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയുടെ പരപ്പളവ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വശം ഇൻറ്റു എതിർമൂലയിൽ നിന്നുള്ള ആ വശത്തേക്കുള്ള ലംബ ദൂരം അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ, അതായത് ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്താണ്, അര ഇൻറ്റു എന്താ വശം ഇൻറ്റു പിന്നെന്താണ് ഉയരം അല്ലേ. അപ്പോൾ എന്താണ് ഹാഫ് ഇൻറ്റു വശം ഇൻറ്റു എതിർമൂലയിൽ നിന്നുള്ള വശത്തേക്കുള്ള ലംബ ദൂരം എന്ന് പറഞ്ഞാൽ ഉയരമാണ് കേട്ടോ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ എന്ന് ഇതാ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ക്യു ആർ ഇൻറ്റു പി എസ്. പിന്നെന്താണ് ത്രികോണം പി ക്യു ആറിൻ്റെ പരപ്പളവ് തന്നെയാണ് ഇത് അല്ലേ. അപ്പോൾ രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവ് എന്താണ്, തുല്യമാണ് അല്ലേ. അപ്പോൾ നമ്മളത് ചെയ്തു അല്ലേ. ഇനി അടുത്തത് നമുക്ക് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.